قال النبي صلى الله عليه وسلم أفضل الجهاد جهاد النفس صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയതിൻ്റെ ആവശ്യകത സംബന്ധിച്ചും വിഷയങ്ങൾ സംബന്ധിച്ചുമൊക്കെ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതോടൊപ്പം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ യുദ്ധപ്രിയങ്കരന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഖുർആനിന്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില സാങ്കേതിക പദങ്ങൾ ഒക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വിവരമില്ലാത്ത ചില ആളുകളാണ് ഇത് ജൽപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ സൗന്ദര്യമുഖത്തെ വികൃതമാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് അതിലൂടെ നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടൽ എന്ന അർത്ഥസങ്കല്പമാണ് ഇതിന് മുഴുവൻ കാരണമായിട്ടുള്ളത്. ഇവിടെയുള്ള ഇസ്ലാമിന്റെ കടുത്ത ചില വിരോധികൾ പറയുകയുണ്ടായി, ഖുർആനിൽ 24 സൂക്തങ്ങളിൽ ജിഹാദ് നടത്താൻ എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള കയ്യാങ്കളി നടത്താൻ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് പോലും. അതുകൊണ്ട് തന്നെ അത്രയും സൂക്തങ്ങളെ ഖുർആനിൽ നിന്ന് കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ ഖുർആനിനെ തന്നെ നിരോധിക്കപ്പെടുകയോ ചെയ്തെങ്കിലേ ഇവിടെ സമാധാനമുണ്ടാകുകയുള്ളൂ. ഈ ഖുർആൻ വായിക്കുന്ന മുസ്ലിങ്ങളെല്ലാം യുദ്ധ പ്രിയങ്കരന്മാരായി പോകുമെന്നാണ് അവർ കണ്ടുപിടുത്തം. യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ്? ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് ഈ അർത്ഥസങ്കല്പം നടത്തുന്നത് പരമാബദ്ധമാണ്. ഏത് നിഘണ്ടു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥമാണ്. ജിഹാദ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായ ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. വജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന ഖുർആൻ സൂക്തം വ്യാഖ്യാനിച്ച ധാരാളം വ്യാഖ്യാതാക്കളൊക്കെയും അവിടെ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾ വളരെ വ്യാപകമാണ്. എന്താണത്? ജിഹാദ്, ഇജ്തിഹാദ്, ജുഹദ് എന്നിങ്ങനെ പറയപ്പെടുന്ന ജീം, ഹാ, ദാൽ കൂടിയ ആ പദങ്ങളൊക്കെയും ഒരു വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ആശയമാണ് തന്നെ നൽകപ്പെട്ടിട്ടുള്ളത്. പരിശ്രമം, അധ്വാനം എന്നെല്ലാം അതിനുള്ള അർത്ഥമാണ്.
അപ്പോ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഇവിടെ ഗുണം ചെയ്യാൻ വേണ്ടിയുള്ള, നന്മയ്ക്ക് വേണ്ടിയുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, അധ്വാനങ്ങളുണ്ടോ, അത് മുഴുക്കയും ജിഹാദാണ്. അതുകൊണ്ട് തന്നെ വജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന ഖുർആൻ സൂക്തത്തിന് മഹത്തുക്കളായ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദായി ദീനിയായ വിജ്ഞാനങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, അധ്യയനവും അധ്യാപനവും എണ്ണിയിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, പ്രസംഗങ്ങൾ നടത്തുക തുടങ്ങിയുള്ള ഇവിടെ നന്മ ഉണ്ടാക്കാൻ ആവശ്യമായ എന്തെല്ലാം പ്രയത്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, അത് മുഴുക്കയും ജിഹാദാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ തിയറി ഒരിക്കലും ആയുധമെടുത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഇസ്ലാമിന് അടിച്ചേൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ വകവരുത്തണമെന്നോ ഒരു തത്വം ഇസ്ലാമിനില്ല. ഇസ്ലാമിന് അങ്ങനെ ഉണ്ടാകാൻ പറ്റുകയുമില്ല. കാരണം നേരത്തെ സ്വാഗത പ്രസംഗത്തിലൂടെ പറഞ്ഞു, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യം വിശ്വാസമാണ്. ആ വിശ്വാസം മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതെങ്ങനെ ഉണ്ടാകണം? അവന്റെ സ്വയം സംതൃപ്തിയോട്, അവന്റെ ആത്മവിശ്വാസത്തോട് ഉള്ളതായിരിക്കണം. അടിച്ചേൽപ്പിക്കൽ കൊണ്ട് വിശ്വാസമാവുകയില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഖബൂലുൻ നഫ്സ്, നമ്മുടെ ആത്മീയമായ ഒരു സമ്മതമാണ്. നാം അത് മനസ്സുകൊണ്ട് സമ്മതിക്കലാണ്. ആർക്ക് ഈ സമ്മതം വരുന്നുവോ അവൻ മുഅ്മിനാണ്. ആരുടെ മനസ്സിൽ സമ്മതിക്കുന്നില്ലേ അവൻ മുഅ്മിനല്ല. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒന്നല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാം മതത്തിൽ ഇക്റാഹില്ല, അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ദീനിന്റെ നിർവചനത്തിൽ പോലും ആ ഭാഗം സൂചിപ്പിക്കുന്നു. ദീനുൽ ഇസ്ലാമിന്റെ നിർവചനമായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ ആമുഖത്തിൽ പറഞ്ഞു തന്നെ, അദ്ദീനു വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ലുഖൂൽ ബിഖ്തിയാരിഹിം. കണ്ടോ, ദീൻ എന്ന് പറഞ്ഞാൽ വളഉൻ ഇലാഹിയുൻ, അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്, മനുഷ്യന്റെ സംവിധാനമല്ല. സായിഖുൽ ലിദബിൽ ലുഖൂൽ, ബുദ്ധിയുള്ള മനുഷ്യരെ അത് നയിക്കുന്നു. എങ്ങനെ? ബിഖ്തിയാരിഹിം, അവരുടെ ഇഷ്ടപ്രകാരം, അടിച്ചേൽപ്പിച്ചല്ല. പരിശുദ്ധ ദീനിന്റെ ഒരു നിയമവും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം അവർ തലകുലുക്കി സമ്മതിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുസ്ലിമാവാൻ, മുഅ്മിനാവാൻ പറ്റുകയുള്ളൂ. ആരുടെ മനസ്സ് അതിന് വിശാലമാകുന്നില്ല അവൻ മുഅ്മിനാകില്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫർ. നല്ല ഉദ്ദേശമുള്ളവൻ അവൻ മുഅ്മിനായിക്കൊള്ളട്ടെ. ഒരാളുടെ മനസ്സ് അതിന് വിശാലമാകുന്നില്ലേ, അവൻ പുറംതിരിഞ്ഞിരിക്കുന്നു എങ്കിൽ അവൻ അങ്ങനെ നിന്നുകൊള്ളട്ടെ. എന്നല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മുസ്ലിങ്ങളാക്കണമെന്നോ മുസ്ലിങ്ങളല്ലാത്തവരെ വകവരുത്തണമെന്നോ ഒരു തിയറി ഇസ്ലാമിനില്ല, ഉണ്ടാകാൻ പറ്റില്ല. അത് ഇസ്ലാമിന്റെ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു നിലപാട് കാണുകയുമില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, സ്വാഗതത്തിലും സൂചിപ്പിച്ചു, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന ഏറ്റുമുട്ടലുകൾ തന്നെ, ആ ഏറ്റുമുട്ടലുകൾ തന്നെയും എങ്ങനെയാണ് സംഭവിച്ചത്? അത് എങ്ങനെ സംഭവിച്ചു? ദീർഘമായ 10-15 വർഷം ഒരു നിലക്കുമുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. പരമാവധി ഏറ്റുമുട്ടൽ വരാതിരിക്കാനുള്ള നിർദ്ദേശമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൊടുത്തത്. 24 സൂക്തങ്ങളിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നവർ 72 സൂക്തം ആ ജിഹാദിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നത് കാണാതെ പോയി.